എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം മുത്തശ്ശി മനുവിന് അലീനെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗംഗാധരനോട് പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അത് നല്ല കാര്യമല്ലേ, നല്ല പെൺകുട്ടിയല്ലേ അലീന, അവളെ മനു കല്യാണം കഴിപ്പിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മയെ നോക്കാനൂടെ ഒരാളാവുമല്ലോ എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി പറയുക, അതെങ്ങനെയാണ് ശരിയാകുന്നേ, നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ അവളുടെ അച്ഛൻ ആരാണ് എന്ന്, അനാഥ പെൺകുട്ടിയെ അല്ലെങ്കിൽ വേലക്കാരിയെ വിവാഹം കഴിച്ചു എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചതായിരുന്നു എങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, ഇത് നേരായ മാർഗത്തിൽ ഉണ്ടായതല്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് മുത്തശ്ശി. അന്നേരം ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, നേരായ മാർഗത്തിൽ ജനിച്ച നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ അമ്മയ്ക്ക് കുഴപ്പമില്ലായിരുന്നു അല്ലേ, അവളുടെ സ്വഭാവത്തിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നം അമ്മ ഇതുവരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അതൊന്നുമില്ല, നല്ല അച്ചടക്കവും നല്ല ശീലങ്ങളും ഒക്കെ അവൾക്കുണ്ട്, അതൊക്കെ നേരാ, എന്നാലും പേരിനെങ്കിലും ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുമ്പം ഗംഗാധരൻ പറയുവാണ്, ഇവിടെ നല്ല കുടുംബത്തിൽ നല്ല അച്ഛനും അമ്മയ്ക്കും ഒക്കെ ജനിച്ചവർ കാണിച്ചു കൂട്ടുന്നത് അമ്മ കണ്ടല്ലോ, അവർ കാണിക്കുന്ന ആ തോന്നിയാസത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം ജയിലിൽ പോയി കിടക്കുന്നത്, അത് അമ്മയ്ക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും മുത്തശ്ശിക്ക് എന്തോ ഒരു വൈക്ലപ്യമാണേ. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, അവൾക്ക് അച്ഛനും അമ്മയും അതുപോലെ കൂടപ്പിറപ്പുകളും അമ്മാവന്മാരും എല്ലാവരും ഉണ്ടമ്മേ എന്ന് പറയുക. അന്നേരം അത് ബാലേന്ദ്രനല്ലേ, അല്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പം ബാലേന്ദ്രനല്ല അവളുടെ അച്ഛൻ എന്ന് പറയുന്നു. അന്നേരം അല്ലേ പിന്നെ ആരാ എന്ന് ചോദിക്കുമ്പം എൻ്റെ കൂടെ ആഗ്രയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സബോർഡിനേറ്റായ സ്റ്റാൻലി ജോസഫാണ് അവളുടെ അച്ഛൻ എന്ന് പറയുന്നതിലേക്ക് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് മുത്തശ്ശിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അന്നേരം ഗംഗാധരൻ പറയുന്നുണ്ട്, അതാണ് സത്യം, അതുകൊണ്ട് ഇനി അമ്മ കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട, വാ അടിച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്, ഇനിയും എന്തെങ്കിലും സംസാരിക്കാൻ പോയിട്ടുണ്ട് എങ്കിൽ അമ്മയും അമ്മയുടെ മകളും പോയി കുഴിയിൽ വീഴും, ആ കുഴിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നീട് തിരിച്ച് കയറുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇതെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്, എല്ലാവർക്കും നല്ലത് വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക, അത് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഗംഗാധരൻ പോകുമ്പോഴേക്കും മുത്തശ്ശി ഇങ്ങനെ പേടിച്ച് വിറയ്ക്കുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. മുത്തശ്ശി ഒട്ടും പ്രതീക്ഷിച്ചില്ല തൻ്റെ കൊച്ചുമകളാണ് അലീന എന്ന സത്യം. പിന്നെ കാണിക്കുന്നത് ത്യാഗഭവനാണ്. അങ്ങോട്ടേക്ക് ഒരു കോൾ വരുന്നുണ്ട്. അനിത നായർ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവർ വിവാഹം കഴിച്ചിട്ട് 15 വർഷമായി, കുട്ടികളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ദത്തെടുക്കാനുള്ള ബാക്കി ഫോർമാലിറ്റീസ് എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് അവർ ത്യാഗഭവനിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ കുട്ടികളെയൊക്കെ കാണണം, ഏതെങ്കിലും ഒരു കുട്ടിയെ ദത്തെടുക്കണം. ആ വിവരം പറഞ്ഞു കഴിയുമ്പം സിസ്റ്റർ പറയുന്നുണ്ട്, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് കുട്ടിയെ ദത്ത് തന്നാലും പിന്നീടും അവരുടെ ഭാവി കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല കാര്യമാണ്, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. അന്നേരം പറയുന്നുണ്ട്, എല്ലാ രേഖകളുമായിട്ട് നിങ്ങളിങ്ങോട്ട് വരാവുള്ളൂ, അല്ലാതെ മാർക്കറ്റിൽ പോയി ഇഷ്ടമുള്ള കുഞ്ഞിനെ തിരഞ്ഞെടുത്ത് അങ്ങ് മേടിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെല്ലാം കറക്റ്റായിരിക്കും എന്നും പറയുന്നുണ്ട് അവർ. ഏതായാലും നാളെ ഇങ്ങോട്ടേക്ക് വരുവാണ് കുഞ്ഞുങ്ങളെ കാണാൻ എന്ന് പറയുന്നു. പോരെ, ഡോക്യുമെൻറ്റ്സ് ആയിട്ട് എല്ലാവരെയും വരാവുള്ളൂ എന്നും പറഞ്ഞിട്ട് സിസ്റ്റർ ഫോം വയ്ക്കുന്നു. അത്തേക്കും ചിന്നുമോൾ അങ്ങോട്ട് വന്നുണ്ട്. സിസ്റ്ററുടെ അടുത്ത് ഒന്ന് ഒളിച്ചുകളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മുട്ടായി ചോദിക്കും. അന്നേരം ഇപ്പോൾ ഒരുപാട് മുട്ടായി തിന്നുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം അത് കഴിക്കണ്ട കേട്ടോ എന്ന് പറയുമ്പം ചിന്നുമോൾ അങ്ങ് ഇറങ്ങിപ്പോവും. അത് കഴിഞ്ഞ് മുറ്റത്ത് പോയി ബാക്കി കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുമ്പം സിസ്റ്റർ അങ്ങോട്ട് ചെന്നിട്ട് അവിടെ കുട്ടികളുടെ അടുത്ത് നിൽക്കുന്ന 2 സിസ്റ്റർമാരുണ്ട്, അവരോട് പറയുവാണ്, നാളെ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, അവർ ഈ നമ്മുടെ കുട്ടികളിൽ ഒരാളെ ദത്തെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്, ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എന്തൊക്കെയാണ് എന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇവിടെ വന്നു കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളൂടെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് ചിന്നുമോൾക്കുള്ള മുട്ടായിയുമായിട്ടാണ് വന്നത്. ചിന്നുമോൾക്കല്ല, എല്ലാ കുട്ടികൾക്കുള്ള മുട്ടായി എടുത്തുകൊണ്ടാണ് സിസ്റ്റർ വന്നത്. എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞ് ചിന്നുമോളുടെ കയ്യിൽ തന്നെ കൊടുക്കും. അന്നേരം അവിടെ നിൽക്കുന്ന ഒരു സിസ്റ്റർ ചോദിക്കും, വരുന്നവർക്ക് ചിന്നുമോളെയാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന്. അന്നേരം മദർ പറയുന്നുണ്ട്, അവർക്ക് ചിന്നുമോളെയാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ചിന്നുമോളുടെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ നമുക്കുണ്ട് എന്ന് അവരോട് പറയാം. അതുപോലെ ആ 2 കുട്ടികളുടെ അനുവാദം കൂടി നമുക്ക് മേടിക്കണം, രേവതി കുട്ടിയുടെയും അലീനയുടെയും. അവരും കൂടി സമ്മതിക്കുവാണെങ്കിൽ ചിന്നുമോളെ നമുക്ക് കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ അകത്തേക്ക് പോകുന്നു. പിന്നീട് രോഹിത്തിനെയാണ് കാണിക്കുന്നത്. രോഹിത് കട്ടിലിൽ കിടന്ന് ഇങ്ങനെ ജയിലിലുണ്ടായിരുന്ന ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഓർത്ത് കിടക്കുമ്പം അലീന വാതിൽ തട്ടി വിളിക്കും. തുറന്നു കഴിയുമ്പം അലീനയുടെ കയ്യിലൊരു കവറുണ്ട്. അത് കൈ കൊടുത്തിട്ട് ഇതൊന്ന് നോക്കിക്കേ, കൊള്ളാവോ നോക്കാൻ പറയും. തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു മുണ്ടും ഷർട്ടുമാണ്. ഇതാർക്കാ എന്ന് നോക്കുമ്പം നിനക്കാണ് എന്ന് പറയും. അന്നേരം എനിക്ക് മുണ്ടുകൊടുത്ത് പരിചയമൊന്നും ഇല്ല എന്ന് പറയുമ്പം എങ്കിൽ എൻ്റെ കൈ കൊണ്ട് തന്നെ അത് തുടങ്ങട്ടെ, മുണ്ടൊക്കെ കൊടുത്ത് പരിചയിക്കണം, ഇങ്ങനെയല്ലേ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്ന് പറയും. എന്നിട്ട് പറയുവാണ്, നീ ഇതൊക്കെ കൊടുത്തോ, ഒന്ന് റെഡിയായി നിൽക്കുക, നമുക്കൊന്ന് പുറത്ത് പോകണമെന്ന്.
എന്തെങ്കിലും പെട്ടെന്ന് രോഹിത്തിൻ്റെ മുഖം മങ്ങുവേ പുറത്തോട്ട് പോകാനോ ഞാനില്ല ചേച്ചി എന്ന് പറയും. അതെന്താ നീ പുറത്ത് പോയാൽ എൻ്റെ കൂടെ വരാനുള്ള മടി കൊണ്ടാണോ, നാണക്കേട് കൊണ്ടാണോ, അതോ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്ന് ചോദിക്കും. എന്തെങ്കിലും രോഹത്തിന് ആകെ വിഷമം, അവനകത്തേക്ക് ഇങ്ങനെ പയ്യെ കയറി പോകും. എന്നിട്ട് ഇല്ല ചേച്ചി ഞാൻ വരില്ല, ഞാൻ വന്നാൽ ശരിയാകിയല്ല എന്ന് പറയുമ്പം അലീന അടുത്തോട്ട് ഇല്ല. എന്നിട്ട് എന്താടാ നീ എൻ്റെ കൂടെ പുറത്തോട്ട് വന്നെന്ന് ഓർത്തപ്പോൾ എന്താ കുഴപ്പം, തെറ്റ് ചെയ്തവരാണ് ഒളിച്ചിരിക്കേണ്ടത്, അല്ലാതെ ആ തെറ്റ് ചെയ്തത് ഏറ്റുപറയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർ അങ്ങനെ ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പുറത്തിറങ്ങി തല ഉയർത്തിപ്പിടിച്ച് നടക്കാനുള്ള അവകാശം നിനക്കും ഉണ്ട് എന്ന് പറയുവാണ്. അന്നേരം രോഹിത്തിന് മടിയാ. അന്നേരം അലീന ചോദിക്കും, നീ എന്തിനാ പേടിക്കുന്നത്, നീ എൻ്റെ കൂടെയല്ലേ വരുന്നേ, നിൻ്റെ കൂടെ ഞാനുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് റെഡിയായിട്ട് നിൽക്ക്, നമുക്ക് പുറത്ത് പോകണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോവാണ്. അലീന അത്രയും ഉറപ്പിച്ച് പറയുമ്പം പിന്നെ എതിർക്കാൻ പറ്റാത്തത് കൊണ്ടാവാം രോഹിത്തൊന്നും മിണ്ടുന്നില്ല. അവൻ റെഡിയായി മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഇറങ്ങി വരുവാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല വെട്ടം വെളിച്ചമൊക്കെ കാണുന്നതെങ്കിലും രോഹിത്തിൻ്റെ മുഖത്തൊരു ഉണർവാണ്. എന്നിട്ട് വാ നമുക്കൊന്ന് പോകാം എന്ന് പറഞ്ഞ് രോഹിത്തും അലീനയും കൂടെ നടന്നു പോവുകയാണ്. അന്നേരം പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ആൾക്കാരെല്ലാം തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നുണ്ട്. അന്നേരം രോഹിത്ത് എല്ലാവരും എന്നെയാണ് നോക്കുന്നത്, അവർക്കൊക്കെ ഞാനൊരു കാഴ്ചവസ്തു ആലേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, അതൊന്നും നീ ശ്രദ്ധിക്കണ്ട, നീ എൻ്റെ കൂടെയല്ലേ വരുന്നത്, നമുക്ക് നടന്നു അങ്ങ് പോകാം, നീ അതൊന്നും ശ്രദ്ധിക്കണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഇവർ നടന്നു പോകുന്ന കാണുമ്പം അവിടെ ഒരു കുളക്കടവുണ്ട്. അവിടെ നിൽക്കുന്ന രണ്ടുപേര്, അത് ആ ബാലേന്ദ്രൻ്റെ മകനല്ലേ പീഡന കേസിൽ പ്രതിയായ അവനല്ലേ അതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. എന്നിട്ട് വേറൊരുത്തൻ, ഇവനെങ്ങനെയാണ് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാനുള്ള ധൈര്യം കിട്ടിയത്, ഇവന് മാത്രമേ ജാമ്യം കിട്ടിയോളൂ എന്നൊക്കെ ചോദിക്കുമ്പം ഒരുത്തൻ പറയുന്നുണ്ട്, ഇവന് മാത്രമേ ജാമ്യം കിട്ടിയുള്ളൂ, ബാക്കിയുള്ളവരെ അകത്ത് കിടക്കുവാണ്, ഇത് പൈസയുടെ തിളപ്പ് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. രോഹിത്തിന് ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്, പക്ഷേ അലീന കൂടെ ഉള്ളതുകൊണ്ട് അങ്ങ് നടന്നു പോകുന്നു. അങ്ങനെ നടന്ന് അവർ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്തുമ്പം ഇവിടെ വരെ വന്നതല്ലേ, നമുക്ക് അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് പറയും. അന്നേരം രോഹിത് ചോദിക്കും, അലീന ചേച്ചി ക്രിസ്ത്യാനിയല്ലേ, അമ്പലത്തിൽ കയറുമോ എന്ന്. അന്നേരം അലീന പറയും, അങ്ങനെ ദൈവങ്ങൾക്ക് മതമില്ലല്ലോ, ദൈവങ്ങൾക്ക് മതമില്ല എന്നാണ് ബ്രിജിത്ത മമ്മി എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, ദൈവത്തെ ഏത് പേരിട്ടും ഏത് മതത്തിലും ചേർക്കാം ആൾക്കാർക്ക്, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പിന്നെ കുറച്ച് കാര്യങ്ങളിലൂടെ ദൈവത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് അവർ അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിക്കുവാണ്. രോഹിത് ആദ്യം ഇങ്ങനെ പോയി ചുമ്മാ നിൽക്കുമെന്നുള്ളൂ കേട്ടോ, തൊഴുത് നിൽക്കുന്നില്ല. അന്നേരം അലീന തൊഴുത് പ്രാർത്ഥിക്കുക, മനസ്സിലെ ആ ഈഗോയും അതുപോലെ മനസ്സിലുണ്ടായിരുന്ന കളങ്കവും എല്ലാം മാറ്റി നല്ലൊരു മനുഷ്യനായിട്ട് മുന്നോട്ട് ജീവിക്കാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് രോഹിത്തിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു. അന്നത്തേക്കും പൂജാരി ഇറങ്ങി വന്ന് ഇവർക്ക് തീർത്ഥവും അതുപോലെ പ്രസാദമൊക്കെ കൊടുക്കും. അതെല്ലാം മേടിച്ച് കഴിയുമ്പം അലീന രോഹിത്തിൻ്റെ നെറ്റിയിൽ പ്രസാദമൊക്കെ തൊട്ട് കൊടുക്കും. എന്നിട്ട് അലീനയും തൊടും. അങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന അവരെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിക്കുന്നു.